ഒരു പിന്നെ ട്രെയിനിങ് പാഷനാണ്. ഒരുപാട് കഴിവുകളുള്ള BSLP, MSLP അങ്ങനെ ഒരുപാട് പിന്നെ എന്താ പറയാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉള്ള നമ്മളുടെ ഇന്നത്തെ ട്രെയിനറെ സ്നേഹപൂർവ്വം ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യാണ്. റോഫീന മാം, the floor is yours. Thank you, ma'am. First of all, a warm good morning to all. As a new JCA member, it's a very pleasure moment and a proud moment to be here as a speaker in this Coffee Talk series. Thank you all. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ബലിപെരുന്നാൾ ആശംസകൾ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പേര് റോഫ്ന ബബിൻ. ഞാനൊരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. എനിക്ക് അറിഞ്ഞൂടെ എത്ര പേർക്ക് ആ ഒരു പ്രൊഫഷൻ അറിയുന്നുള്ളത്. ആർക്കെങ്കിലും അറിയോ സ്പീച്ച് തെറാപ്പിസ്റ്റ്? ചിലപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് ഒരു കൺസൾട്ടേഷൻ എപ്പോഴെങ്കിലും പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? നമ്മളുടെ വീട്ടിലല്ലെങ്കിൽ കൂടിയിട്ട് നമ്മളുടെ ഒരു പിന്നെ ഫ്രണ്ട് ഉണ്ട്. അവരുടെ മോള് പിന്നെ അക്ഷരങ്ങളൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടൂരുള്ള ഒരു കുട്ടി. ഓക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് നമുക്കറിയാം ഇപ്പം നമ്മൾ SLC റിസൾട്ടും +2 റിസൾട്ടും ഒക്കെ വന്നു നിൽക്കുന്ന സമയമായിരിക്കും, വന്ന് നിൽക്കണം. അപ്പം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു പ്രൊഫഷനെ കുറിച്ച് ആസ് എ കാരിയർ എനിക്ക് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം +2 കഴിഞ്ഞതിന് എങ്ങനെയാണ് ഞാൻ ഈ BASLPയിലേക്ക് എത്തിപ്പെട്ടത്, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു. അപ്പൊ അങ്ങനത്തെ നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടികൾക്ക് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതൊരു നിമിത്തം ആകണമെങ്കിൽ ഞാൻ അതിൽ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പൊ ഇത് +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കോഴ്സാണ്. മറ്റ് എൻട്രൻസുകൾ പോലെ തന്നെ ഒരു ഓൾ ഇന്ത്യ എൻട്രൻസ് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഉണ്ട്. അപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. മൈസൂരിലാണ് ഇതിന്റെ ആസ്ഥാനം. അപ്പൊ നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് എഴുതിയിട്ടാണ് ഈ ഒരു കോഴ്സിന് നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്നത്. കേരള എൻട്രൻസിലാണെങ്കിൽ നമ്മൾ നീറ്റ് എഴുതിയതിനു ശേഷം നമുക്ക് പല കോളേജുകളിലും നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. നീറ്റിൽ മറ്റ് കോഴ്സുകൾക്ക് ഓപ്ഷൻസ് കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് BASLP, ബാച്ചിലേഴ്സ് ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത്. അപ്പം ഈ കോഴ്സിന് നമുക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. എന്താണ് ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സംസാര ഭാഷ കേൾവിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവാം. അപ്പം കേൾവി പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സംസാര ഭാഷ പ്രശ്നങ്ങൾ വരാം. അപ്പം 2 പാർട്ടാണ് ഇതിനുള്ളത്, 2 ബ്രാഞ്ചസ് ആണ് ഉള്ളത്. ഒന്ന് ഓഡിയോളജി എന്ന് പറഞ്ഞ ബ്രാഞ്ചും മറ്റൊന്ന് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്ന് പറഞ്ഞ ബ്രാഞ്ചും. ഓഡിയോളജി എന്ന് പറഞ്ഞ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ കേൾവിപരമായിട്ടുള്ള പ്രശ്നങ്ങള് അത് നമ്മൾ പിന്നെ കണ്ടെത്തും. നമ്മൾ എങ്ങനെയാണോ നമുക്ക് കണ്ണിന് പ്രശ്നം വരുമ്പോൾ നമ്മളൊരു ഒപ്റ്റോമെട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് നമ്മൾ പോകുന്നത്. അപ്പൊ ഒരു ഓഡിയോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി കേൾവിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുക, അത് നിർണ്ണയിക്കുക, എന്താണ് പ്രശ്നം എന്നുള്ളത് നിർണ്ണയിക്കുക. നമ്മൾ കണ്ണട വെക്കുന്നത് പോലെ തന്നെ നമുക്ക് ഹിയറിംഗ് ഡിവൈസസ് ഉണ്ടാവും. ഒരു ഹിയറിംഗ് എയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെവിയിൽ വെക്കുന്ന ഒരു ഡിവൈസ് ഉണ്ടാവും. അത് നമുക്ക് കേൾക്കാൻ വേണ്ടി സഹായിക്കുന്ന കേൾവി സഹായികളാണ്. അപ്പം അത് വെക്കുന്നതിനും സഹായിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഓഡിയോളജി എന്ന് പറയുന്നത്. സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്ന് പറയുമ്പോൾ നമുക്ക് സംസാര ഭാഷാപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നിർണ്ണയിക്കുകയും അതിനനുസരിച്ചിട്ട് അതിനുള്ള തെറാപ്പിയും മറ്റു റീഹാബിലിറ്റേഷൻ പിന്നെ കാര്യങ്ങളും കൊടുക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ BASLP കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് മാസ്റ്റേഴ്സ് ഉണ്ട്, MASLP എന്നാണ് പറയുന്നത്. മാസ്റ്റേഴ്സ് ഞാൻ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 10 വർഷത്തിലേറെയായി ഞാൻ ഈ ഒരു മേഖലയിൽ പിന്നെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു ബഡ്സ് സ്കൂൾ ഫോർ ദ ഹിയറിംഗ് ഇംപയർഡ് എന്ന് പറഞ്ഞൊരു സ്കൂള് നിലമ്പൂർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കൺസൾട്ടന്റ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇതാണ് ഈ കോഴ്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു ബൈ പാഷൻ ഈ പ്രൊഫഷനിലേക്ക് പോയ ഒരാളാണ്.
കാരണം ഇപ്പോഴും ഈ കോഴ്സിനെ വളരെയധികം ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കും. മറ്റു കാര്യങ്ങൾ പോലെ തന്നെ ഭയങ്കര പാഷനായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരാളാണിത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ടോക്ക് എന്ന് പറയുന്നത് സ്പീച്ച് ലാംഗ്വേജ് ഇഷ്യൂസ് അല്ലെങ്കിൽ കൺസേൺസ്. അപ്പൊ എപ്പോഴാണ് നമ്മളൊരു പ്രൊഫഷനെ അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മൾ ഇതിനൊരു ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നു ഒരു കൊറോണ കാലഘട്ടത്തിന് ശേഷം ഈ തെറാപ്പിയുടെ ഒരു ആവശ്യകത, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇഷ്യൂസ് വളരെയധികം കൂടി വരുന്നതായിട്ട് നമ്മൾ നോട്ടീസ്. അപ്പം സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇഷ്യൂസ് പറയുന്ന സമയത്ത് എന്താണ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇഷ്യൂസ് നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് എപ്പോഴാണ് നമുക്കൊരു തെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടി എന്നുള്ളത് മനസ്സിലാവും. അപ്പം നമ്മളതിന്റെ ഫസ്റ്റ് നമ്മൾ പറയുന്നത് അതിന്റെ സ്പീച്ച് ലാംഗ്വേജ് ഡെവലപ്മെന്റ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പേരക്കുട്ടികൾ ഉണ്ടാവാം, നമ്മുടെ സിബ്ലിങ്സ് ഉണ്ടാവാം, നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് കുറെ കുട്ടികൾ ഉണ്ടാവും. അപ്പം അവരുടെ വളർച്ചാ കാലഘട്ടങ്ങൾ എങ്ങനെയാണ് കടന്നു പോകേണ്ടതെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിലുള്ള പ്രശ്നങ്ങളോ വേരിയേഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരു കുട്ടിയുടെ ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ബർത്ത് ക്രൈ ആണ്. അപ്പൊ നമ്മൾ ഒരു കുട്ടീനെ പ്രസവിച്ചു കഴിഞ്ഞാല് നമ്മൾ ആദ്യം ചോദിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചോദിക്കുക. പക്ഷെ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കുട്ടി ജനിച്ചോണ്ടേ കരഞ്ഞോ എന്നുള്ളതാണ്. അപ്പൊ ബർത്ത് ക്രൈ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വേണ്ട ഒരു മൈൽ സ്റ്റോൺ ആണ് ബർത്ത് ക്രൈ എന്ന് പറയുന്നത്. അപ്പം പല കുട്ടികൾക്കും ഈ ബർത്ത് ക്രൈ ഡിലേ ആവാം. അപ്പൊ കുട്ടി കരയാൻ വൈകിയതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആ സമയം കൊണ്ട് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും ഓക്സിജൻ സപ്ലൈ കുറയുകയും കുട്ടിയുടെ ബ്രെയിൻ ഡാമേജ്, ഒരു പെർമനന്റ് ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നീട് പലതരം പ്രശ്നങ്ങൾ, അപ്പം സ്പീച്ച് ലാംഗ്വേജ് ഇഷ്യൂസ് മാത്രമല്ല, കുട്ടിയുടെ ഇന്റലക്ച്വൽ എബിലിറ്റി, മോട്ടോർ എബിലിറ്റി, സോഷ്യൽ എബിലിറ്റി, അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെന്റില് കുട്ടിക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബുദ്ധിമുട്ടും വൈകല്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭയങ്കര ചാൻസസ് ഉണ്ട്. പിന്നെ ബർത്ത് ക്രൈ കഴിഞ്ഞ് നമ്മളൊരു 1 month ആകുമ്പോഴേക്കും കുട്ടി എന്ത് ചെയ്യും, കുട്ടി സൗണ്ടുകൾ ഉണ്ടാക്കി തുടങ്ങും. ആ ഊന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള സൗണ്ടുകൾ ഉണ്ടാക്കി തുടങ്ങും. ഒരു 3 മാസം ആകുമ്പോഴേക്കും നമ്മളെ നോക്കി ചിരിക്കാൻ വേണ്ടി തുടങ്ങും കുട്ടി. അപ്പൊ ചിലപ്പോ അതിന് മുന്നിലെ തന്നെ ഉറക്കത്തിലൊക്കെ ചിരിക്കും. അതിന് നമ്മൾ സോഷ്യൽ സ്മൈൽ എന്ന് പറയില്ല. പക്ഷെ കുട്ടി നമ്മൾ കളിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ നോക്കി ചിരിക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്നത്. അപ്പം 3 മാസം 4 മാസമായിട്ടും കുട്ടിക്ക് അങ്ങനെ ഒരു സോഷ്യൽ സ്മൈൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മളത് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു 4 മാസം ആകുമ്പോഴേക്കും കുട്ടി എന്ത് ചെയ്യും, പപ്പ പപ്പ ബബ ബബ ബ അങ്ങനെയുള്ള സൗണ്ടുകൾ പറഞ്ഞു തുടങ്ങും. അപ്പൊ നമുക്ക് തോന്നും കുട്ടി ചിലപ്പം അമ്മാന്ന് വിളിച്ചു മമ്മ പറയുമ്പോ നമ്മൾ ചോദിക്കും കുട്ടി എപ്പോഴാണ് അമ്മാന്ന് വിളിച്ചു തുടങ്ങിയെന്ന് പറയുമ്പോ പറയും 4 മാസം ആകുമ്പോൾ തന്നെ കുട്ടി അമ്മാന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന്. പക്ഷെ ഈ 4 മാസം ആകുമ്പോൾ കുട്ടി പറയുന്നത് അത് അമ്മാന്നുള്ളൊരു വേർഡല്ല, അത് നമ്മൾ ബാബ്ലിംഗ് എന്ന് പറയാം. കുട്ടിയുടെ ലിപ്പിന്റെ ഡെവലപ്മെന്റ് മറ്റ് ഡെവലപ്മെന്റ് ആവുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടി എന്ത് ചെയ്യും, സൗണ്ട് വെച്ച് പ്ലേ ചെയ്യാൻ തുടങ്ങും. ബബ ബബ അങ്ങനെയുള്ള സൗണ്ടുകൾ കുട്ടി എന്ത് ചെയ്യും, പറഞ്ഞു തുടങ്ങും. അതിനാണ് ബാബ്ലിംഗ് എന്ന് പറയുന്നത്. ഒരു 6 മാസം ഒക്കെ ആകുമ്പോഴേക്കും കുട്ടി ഇരിക്കാൻ തുടങ്ങും. കുട്ടി പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഓരോന്ന് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ചൊക്കെ കാണിച്ചു തരാനൊക്കെ തുടങ്ങുന്ന ഒരു സമയം. പിന്നെ ഈ ബബബ എന്നുള്ള സൗണ്ടിൽ നിന്നും അത് കുറച്ചുകൂടെ ആദ്യം ഒരു 2 സൗണ്ട് കൂട്ടിയിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ പിന്നത് കുറച്ചുകൂടെ കൂട്ടി അതിലൊരു സ്ട്രിങ് ഓഫ് സൗണ്ട്സുകൾ കുട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഒരു 9 മാസം ആകുമ്പോഴേക്കും 9-10 മാസം ആകുമ്പോഴേക്കും നമുക്ക് കുട്ടി എന്തൊക്കെയോ സൗണ്ടുകൾ സംസാരിക്കുന്ന പോലെ തോന്നും. പക്ഷെ ഇതൊരു വേർഡുകളൊന്നുമില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ഒരു ഇന്റോണേഷൻ പാറ്റേണിൽ ടോൺ വെച്ചുകൊണ്ട് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ കുട്ടി കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പോയിന്റ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. 1 വയസ്സാകുമ്പോഴാണ്, അതായത് ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പോഴാണ് കുട്ടി ഒരു ഫസ്റ്റ് വേർഡ് പറയുന്നത്. ഇത് ചിലപ്പോൾ ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇതിന് മുന്നേ അച്ചീവ് ആകുന്ന കുട്ടികളും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഐഡിയലി 1 വയസ്സാകുമ്പോഴേക്കും കുട്ടി ഒരു വേർഡ് പറയണം എന്നാണ് നമ്മൾ
പറയുന്നത്. അപ്പൊ ഒരു വേർഡ് എന്ന് പറയുന്ന എല്ലാവരെയും കണ്ട് കുട്ടി അമ്മ 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 എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഉമ്മ എന്ന് വിളിക്കുന്നത് അതൊരു വേർഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. എന്നാൽ അമ്മയെ നോക്കി അമ്മ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഒരു സാധനത്തിനെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ മാത്രം ആ വേർഡ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മീനിങ് ഫുൾ വേർഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നീട് ഒരു 1.5 വയസ്സാകുമ്പോഴേക്കും കുട്ടി എന്ത് ചെയ്യണം? ചെറിയ ചെറിയ വാക്കുകൾ കമ്പൈൻ ചെയ്ത് തുടങ്ങണം. ഇപ്പൊ അമ്മ വാ, മമ്മം താ, പപ്പ ഗോ, അല്ലെങ്കിൽ പപ്പ പോയി, പപ്പ വാ. അപ്പൊ ആ രീതിയിൽ വാക്കുകൾ ചെറിയ ചെറിയ വേർഡുകൾ വെച്ച് കൂട്ടി 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 എന്ത് ചെയ്യാൻ പറ്റും? കുട്ടിക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ 1.5 വയസ്സാകുമ്പോഴേക്ക് തന്നെ കുട്ടി ഒരു 25 വാക്കുകൾ അല്ലെങ്കിൽ ഒരു 50 വാക്കിലേറെ കുട്ടി മനസ്സിലാക്കി തുടങ്ങും. കാരണം നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫസ്റ്റ് നടക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുട്ടി ചുറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് കുട്ടി പിന്നീട് സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പം 2 വയസ്സാകുമ്പോഴേക്കും 2 or 3 വാക്കുകൾ കുട്ടിക്ക് ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. 3 വയസ്സാകുമ്പോഴേ കുട്ടി അംഗൻവാടിയിലോ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലോ പോകുന്ന ഒരു സമയമായിരിക്കും. പ്ലേ സ്കൂളിൽ നിന്ന് പോയി വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പം അത് ഫസ്റ്റ് എന്ത് നടന്നു, പിന്നെ എന്ത് നടന്നു, പക്ഷെ അപ്പോഴും കുട്ടിയുടെ ക്ലാരിറ്റി ക്ലിയർ ആവണമെന്നില്ല. ഇപ്പം ചക്കക്ക് അച്ചാന്ന് പറയാം, രാജാവിന് ജാജാവ് പറയണം, ചെരുപ്പിന് എരിപ്പ് എന്ന് പറയാം. അപ്പം ആ രീതിയിലുള്ള ക്ലാരിറ്റി ഇഷ്യൂസും കാര്യങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ ലാംഗ്വേജ് വൈസിൽ കുട്ടി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തണം 2-3 വയസ്സ് ആകുമ്പോഴേക്കും. പിന്നീട് ഈ 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടി എല്ലാ തരത്തിലുള്ള കളർ കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ ഒരു കഥ പറയാനും പിന്നെ ചുറ്റും നടന്ന കാര്യങ്ങളൊക്കെ പറയാനും നമ്മുടെ ടെൻസസ് ഉപയോഗിച്ച് പറയാനൊക്കെ കുട്ടിക്ക് പറ്റണം. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ ഒരു 3 വയസ്സിന് ശേഷവും നമ്മുടെ കുട്ടികളെ ക്ലാരിറ്റിയിൽ സംസാരിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമാണ്. 3 വയസ്സ് വരെ അത് അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ 3 വയസ്സിന് ശേഷവും കുട്ടിക്ക് ഇപ്പൊ കാക്ക് പകരം താ പറയുന്നു, പിന്നെ സാക്ക് പകരം ചാ പറയുന്നു. ഇപ്പൊ കാക്കക്ക് താത്താന്ന് പറയാം ചില കുട്ടികൾ. അപ്പൊ 3 വയസ്സ് വരെ ഓക്കെയാണ്. 3 വയസ്സിന് ശേഷവും കുട്ടി ഇത് നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മളതൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസേൺ ചെയ്യേണ്ട ഒരു സമയമായി എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണത്. അതുപോലെ തന്നെ ഇപ്പൊ ഞാനിപ്പോ ഒരു ജനിച്ച മുതൽ ഒരു 4 വയസ്സിലുള്ള ഡെവലപ്മെന്റ് പറഞ്ഞു പോകുമ്പോൾ ഇതിലെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഡിലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചാർട്ട് മാത്രമാണ്. അപ്പം ഇതല്ലാതെ പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് സ്റ്റട്ടറിങ് എന്ന് പറഞ്ഞൊരു പ്രശ്നം വരാം. കുട്ടി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞു തുടങ്ങും. അപ്പൊ കൂട്ടിച്ചേർത്ത് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് കുട്ടിയുടെ മൈൻഡിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് ചേർത്ത് പറയുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പൊ ആ സമയം കുട്ടി ചിലപ്പോൾ എന്ത് വെച്ചാൽ ഒരു വിക്കി പറയുന്ന പോലെ നമുക്ക് തോന്നാം. ഇപ്പൊ എനിക്ക് ഐസ്ക്രീം അമ്മ എവിടെയെങ്കിലും പോയി എന്നാണെങ്കിൽ അമ്മ 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 പോയി. അപ്പൊ അമ്മ എന്നുള്ള വാക്ക് എന്ത് ചെയ്യാം? കുട്ടി റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇതൊരു 3 വയസ്സ് വരെ നോർമൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. അതിന് നമുക്കൊരു കുട്ടിക്ക് വിക്ക് ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്നാ കുട്ടി ഒരു 3 വയസ്സിന് മുന്നേ തന്നെ പറയുന്ന സൗണ്ട് ആണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അമ്മ. അപ്പൊ ഇത്തരത്തിലാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വിക്ക് ഭാവിയിൽ ഉണ്ടാവാനുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് അത് പറയുന്നത്. വിക്ക് വരണമെങ്കിൽ നമുക്കൊരു ഹിസ്റ്ററിയും കൂടി ഉണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു സ്റ്റാമറിങ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആ ജനറേഷനിലെ കുട്ടികൾക്ക് വിക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്റ്റാമറിങ്ങിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് റീസൺ എന്ന് പറയുന്നത് നമുക്കൊരു ജനറ്റിക്കൽ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ കാര്യത്തിൽ വരുന്നത്. അപ്പം ഇത്തരത്തിൽ സ്റ്റാമറിങ് പ്രശ്നങ്ങൾ അതൊരു സ്പീച്ച് ഇഷ്യൂ ആണ്. നമ്മൾ ഇഷ്യൂസിനെ രണ്ടായിട്ട് തിരിക്കുക, സ്പീച്ച് ഇഷ്യൂസ്, ലാംഗ്വേജ് ഇഷ്യൂസ്. അപ്പം ഇത്തരത്തില് സ്റ്റാമറിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഏറ്റവും നല്ല ഒരു പിന്നെ വേ ഓഫ് തെറാപ്പി എന്ന് പറയുന്നത് സ്പീച്ച് തെറാപ്പിയാണ്. കാരണം നമുക്കതൊരു മരുന്ന് കൊടുത്തുകൊണ്ടോ മറ്റോ നമുക്ക് സ്റ്റാമറിങ് മാറ്റാൻ വേണ്ടി പറ്റില്ല. കുട്ടികളിൽ മാത്രമല്ല, ഈവൻ മുതിർന്നവരിലും സ്റ്റാമറിങ് ഇഷ്യൂസ്, മുതിർന്നവരിലാണ് കൂടുതലായിട്ട് കാണാതെ സ്റ്റാമറിങ് ഇഷ്യൂസ്. അപ്പൊ നമുക്ക് തോന്നും
ചെറുപ്പത്തിലേയുള്ള സ്റ്റാമറിങ് ആണ്, അപ്പൊ മുതിർന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്റ്റാമറിങ് ഇഷ്യൂസ് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. തീർച്ചയായും നമുക്ക് തെറാപ്പി വഴി പൂർണ്ണമായും സ്റ്റാമറിങ് ഇഷ്യൂ നമുക്ക് മാറ്റാൻ പറ്റും. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കറിയാം ഇപ്പൊ ഹൃത്തിക് റോഷൻ ഒക്കെ സ്റ്റാമറിങ് ഇഷ്യൂ ഉള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം അതിനെ കവർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ തെറാപ്പി വഴിയാണ്. അപ്പൊ തെറാപ്പി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ, മറ്റൊരാൾക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് സ്റ്റാമറിങ് ഇഷ്യൂസിനെ കവർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അത് നമുക്ക് മരുന്നോ മറ്റു കാര്യങ്ങളോ അല്ല നമ്മൾ സ്പീച്ച് തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നത്. പ്യുവർലി ടെക്നിക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണ് സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പം സ്റ്റാമറിങ് ഇഷ്യൂസിന് രണ്ട് ഒരു പിന്നെ തലാണുള്ളതെന്ന്, അതിന് സൈക്കോളജിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ടാവും. അപ്പം ഒരു സൈക്കോ തെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള സ്റ്റാമറിങ് ഇഷ്യൂസ് വളരെ എഫക്റ്റീവായിട്ട് നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മാം പറഞ്ഞ പോലെ, മാം നേരത്തെ പറഞ്ഞു മാമിന്റെ വീട്ടിലെ കുട്ടിക്ക് ആർട്ടിക്കുലേഷൻ ഇഷ്യൂസ് ഉണ്ട്. കാരണം ക്ലാരിറ്റി ഇല്ല, സംസാരിക്കുന്ന സമയത്ത് ക്ലിയർ അല്ലാതെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ പറയും കൊഞ്ഞപ്പട എന്ന് പറയും. അപ്പം അത്ര കൊഞ്ഞപ്പട ഉണ്ട് എന്ന് പറയും. അപ്പൊ നമുക്ക് തോന്നുന്ന ചില സമയത്ത് കുട്ടികൾ ഇങ്ങനെ കൊഞ്ചി സംസാരിക്കുന്ന പോലെ ഉണ്ട്. ഈവൻ മുതിർന്നവരും കുട്ടികളോട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാത്സല്യപൂർവ്വം നമ്മള് അവരുടെ ഭാഷയിൽ നമ്മൾ സംസാരിക്കും. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെ കൊഞ്ചിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അനുകരിച്ച് മുന്നോട്ടേക്ക് പോകാം. അപ്പൊ നമ്മൾ ഒരിക്കലും കുട്ടികളോട് അത്തരത്തിൽ കൊഞ്ചി സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് മദറീസ് ഉപയോഗിക്കാം, നമുക്ക് നമ്മുടെ സംസാരത്തിനെ നീട്ടി കുറിച്ചൊക്കെ സംസാരിക്കാം. പക്ഷെ നമ്മൾ എന്താണോ, ഇപ്പൊ കുട്ടി ഒരു വെള്ളത്തിന് പകരം വെവ്വെന്ന് പറയുന്ന സമയത്ത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, കുട്ടിക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വെവ്വം വേണോ എന്ന് ചോദിക്കും. നമ്മൾ ഒരിക്കലും അത് വെള്ളം വേണമെന്ന് നമ്മൾ കറക്റ്റ് ചെയ്യില്ല. നമ്മൾ എന്താ വിചാരിക്കുക, കുട്ടിക്ക് വെവ്വെന്ന് പറയുമ്പോഴാണ് കുട്ടി അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ വെവ്വം വേണോന്ന് നമ്മൾ കുട്ടിയോട് ചോദിക്കും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് കുട്ടി ഒരിക്കലും എന്ത് ചെയ്യില്ല, ആ വേർഡ് കുട്ടി പഠിക്കില്ല. കുട്ടിയുടെ മൈൻഡില് ആ വെള്ളം എന്ന് പറയുന്നതിന് പകരം അതൊരു വെവ്വം എന്നുള്ള ഒരു വേർഡായിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുട്ടിയോട് സംസാരിക്കുമ്പോൾ എന്താണോ ആക്ച്വൽ വേർഡ് അതായിരിക്കണം നമ്മൾ കുട്ടിയോട് സംസാരിക്കേണ്ടത്. കുട്ടി സംസാരിക്കുന്ന വേർഡിനെ നമ്മൾ ഫീഡ്ബാക്ക് അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് പറ്റില്ല. അപ്പം പലപ്പോഴും നമ്മൾ അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ കുട്ടി എന്ത് ചെയ്യും, അത് ആർട്ടിക്കുലേറ്ററി എററായിട്ട് കുട്ടി ആ വേർഡ് അങ്ങനെ തന്നെ ഉച്ചരിക്കാൻ, ഭാവിയിലും ഉച്ചരിക്കാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു കാരണം വരുന്നത് കുട്ടികളുടെ നാവിന്റെ അടിയിൽ ഒരു കെട്ടുണ്ടാവാറുണ്ട്. നമുക്കറിയാം നാവ് നമുക്ക് പുറത്തിട്ട് കഴിഞ്ഞാൽ ഒരു സാധാരണ രീതിയിൽ ഈ ഒരു ഷേപ്പാണ് നാവ് ഉണ്ടാവുന്നത്, ഒരു കൂർത്ത പോലെ ഉണ്ടാവുന്നത്. പക്ഷെ ഇത്തരത്തിൽ നാവിന് കെട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്കൊരു നാ ഷേപ്പില്, ഒരു ലവ് ഷേപ്പില് അവരുടെ ടങ് വരാറുണ്ട്. അപ്പം ഇത്തരത്തിലെ ടങ് വരുന്ന സമയത്ത് എന്ത് പറ്റിച്ച ഇവരുടെ ഈ ഒരു ഏരിയയിലെ വള്ളി കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ആ വള്ളി ഒരു ഷോർട്ട് ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഷോർട്ട് ഫ്രെനുലം എന്ന് നമ്മൾ ഇതിന് പറയുന്നത്. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നാവ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ നാവ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് തന്നെ നാവ് വെച്ചുകൊണ്ടുള്ള സൗണ്ടുകൾ ലാ, ട, റ, അപ്പൊ ഇത്തരത്തിലുള്ള സൗണ്ടുകൾ കുട്ടിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ആദ്യം തോന്നും കുട്ടി സംസാരിക്കുമ്പോൾ ഇത് കൊഞ്ചി പറയുന്നതാണെന്നുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള ഷോർട്ട് ഫ്രെനുലം ഉണ്ടെങ്കിൽ അതിനർത്ഥം കുട്ടിക്ക് നാവ് ലിഫ്റ്റ് ചെയ്യാനുള്ള പ്രശ്നമാണെന്നും അത് നമ്മളൊരു ENT സർജനെയാണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. അപ്പോൾ ENT സർജനെ കാണിച്ചതിന് ശേഷം എല്ലാ പിന്നെ ടങ് ടൈ എന്ന് നമ്മൾ അതിന് പറയുന്നത്, ടങ്ങിൽ ഉണ്ടാകുന്ന ഒരു ടൈ, ഒരു കെട്ടി വെച്ച പോലെ കെട്ട്. അപ്പം ENT സർജനാണ് അത് നിർണ്ണയിക്കുന്നത് അതിന് എത്രമാത്രം സിവിയാരിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പൊ ഒരു എക്സാമിനേഷന് ശേഷം ചിലപ്പം അവർ പറയും, ഓക്കെ ഇത് അത്ര വലിയ പ്രശ്നമില്ല, നിങ്ങളൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി ഒരു 2-3 സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ, കുട്ടിയിൽ ചിലപ്പം മാറ്റങ്ങൾ വരാം. അപ്പം എന്നിട്ടും നമുക്ക് ഒരാഴ്ച 2 ആഴ്ച തെറാപ്പിക്ക് ശേഷവും ഒരു മാറ്റവും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊരു സർജറിക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യും. ആ സർജറി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർജറിയാണ്. ഒരു 2 hours മാത്രം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സർജറിയാണ് ടങ് ടൈയുടെ സർജറി പറയുന്നത്. ഈവൻ ഈ ടങ് ടൈയുടെ സർജറി കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം കുട്ടിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റണമെന്നില്ല. കാരണം ആ കുട്ടിയുടെ നാവ് ഇതുവരെയായിട്ട് എക്സസൈസ് ചെയ്യപ്പെട്ടിട്ടില്ല, കാരണം മൂവ് ചെയ്യപ്പെട്ടിട്ടില്ല.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അത് വെച്ചിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും അവര് സ്പീച്ച് തെറാപ്പിയിലേക്ക് റെഫർ ചെയ്യേണ്ടിയിൽ നിന്ന്. അപ്പൊ സ്പീച്ച് തെറാപ്പിയിലൂടെ ആ നാവിന്റെ എക്സസൈസും കാര്യങ്ങൾ ചെയ്യുകയും ഓരോ സൗണ്ടുകളും എങ്ങനെയാണ് കുട്ടി ഓൾറെഡി ലേൺ ചെയ്ത് കഴിഞ്ഞു, അതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലേൺ ചെയ്തിട്ട് പുതിയതായിട്ട് നമുക്ക് റീലേൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം പഠിച്ച സാധനം മറന്നു കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ടങ് സർജറിനെ ഏറ്റവും നല്ലത് ഒരു 3 വയസ്സിന് മുന്നിലെ ചെയ്യുന്നതാണ്. കാരണം 3 വയസ്സാകുമ്പോഴതിന് ശേഷം ചെയ്യുമ്പോഴേക്കും കുട്ടി ഓൾറെഡി ആ വാക്ക് അങ്ങനെ തന്നെ കുട്ടിയുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടും. അപ്പൊ ആ സ്റ്റോർ ചെയ്ത ഒരു സാധനം നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു സാധനം മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നേരത്തെ നമ്മൾ സർജറി ചെയ്യുകയും അതിനുശേഷം നമ്മൾ സ്പീച്ച് തെറാപ്പി അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കുട്ടിയുടെ ക്ലാരിറ്റിയിൽ നല്ല വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. മറ്റൊരു പ്രശ്നം ഓട്ടിസം ആണ്. എനിക്കറിയാം ഇപ്പം പലപ്പോഴും സംസാര പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പൊ ഒരു ഓവർ ജനറലൈസ് ചെയ്യാറുണ്ട് അതിന് ഓട്ടിസം ആയിട്ട്. കാരണം നമുക്കിപ്പം ChatGPT ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫീച്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടിസം ആയിട്ട് തോന്നും. എന്താണ് ഓട്ടിസം? ഓട്ടിസം എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡൈവേർജന്റ് കണ്ടീഷൻ ആണ്. അപ്പൊ അതൊരു ന്യൂറോളജിക്കലി അതിനൊരു വളരെയധികം സ്ഥാനമുണ്ട്. കാരണം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ന്യൂറോളജിക്കലി അതിലൊരു കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഓട്ടിസം എന്ന് പറയുന്നത്. ഓട്ടിസം നമുക്ക് ജനിക്കുമ്പോൾ ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്ക് മനസ്സിലാവില്ല. ശരിക്കും ഓട്ടിസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരു 1.5 വയസ്സ് 2 വയസ്സിന് ശേഷമാണ് കുട്ടികളിൽ ഒരു 3 ഡൊമൈൻസ് ഉണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഓട്ടിസം ഉണ്ടാവോ എന്നുള്ളത് നമ്മൾ സംശയിക്കപ്പെടുന്നത്. ഒന്ന് ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടി മൂന്നാം മാസത്തിൽ നമ്മൾ അങ്ങോട്ട് ചിരിക്കുന്ന സമയത്ത് തിരിച്ച് ചിരിക്കുക, നമ്മൾ കളിപ്പിക്കുമ്പോൾ നമ്മളോട് അതിനെ റെസ്പോണ്ട് ചെയ്യുക, നമ്മുടെ മുഖത്തേക്ക് നോക്കുക. അപ്പം ഇത്തരത്തിലുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ നമ്മുടെ ഓട്ടിസം ഉള്ള ഒരു കുട്ടിയിൽ എഫക്റ്റഡ് ആയിരിക്കും. പലപ്പോഴും പേര് വിളിക്കുമ്പോൾ അവര് തിരിഞ്ഞ് നോക്കില്ല, റെസ്പോണ്ട് ചെയ്യില്ല പേര് വിളിക്കുമ്പോൾ. പക്ഷെ അപ്പൊ നമുക്ക് തോന്നും കുട്ടിക്ക് ചെവി കേൾക്കില്ലേ, ചെവി കേൾക്കാത്തത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നതെന്ന് തോന്നാം. പക്ഷെ ചെവി കേൾക്കാത്തത് കൊണ്ടല്ല, അവർ ബാക്കിയുള്ള എല്ലാ സൗണ്ടുകൾക്കും റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ സംസാരത്തിനോട് അവർക്ക് അത്രയധികം ഒരു ആകർഷണത്വം തോന്നുന്നില്ല. അവര് സോറി അപ്പം മറ്റു സൗണ്ടുകളോട് റെസ്പോണ്ട് ചെയ്യുകയും നമ്മുടെ സംസാരത്തിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പം ഇത്തരത്തില് അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവും. ഇങ്ങനെ കൈ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക, പിന്നെ ഇങ്ങനെയുള്ള മൂവ്മെന്റ്സുകള്, പിന്നെ ഏതെങ്കിലും വേക്കന്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഒഴിഞ്ഞെടുത്ത സ്ഥലത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു ഓട്ടിസം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ സെൻസറി ഇഷ്യൂസ് ഉണ്ടാവും. ശബ്ദം കേൾക്കുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാം, ലൈറ്റിന് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം എല്ലാ കുട്ടികൾക്കും ഒരുപോലെയല്ല ഉണ്ടാവുന്നത്. ചില കുട്ടികൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അപ്പം ഒരു ഓട്ടിസം വന്ന ഒരു കുട്ടിക്ക് ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവണം നിർബന്ധം ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞ ഒരു 3, അപ്പൊ സോഷ്യൽ കമ്മ്യൂണിക്കേഷനുള്ള ബുദ്ധിമുട്ട്, ഇതുപോലുള്ള മൂവ്മെന്റ്സ് നന്നായിട്ട് കാണിക്കാം, ലാംഗ്വേജ് കാര്യങ്ങളും എഫക്റ്റഡ് ആവാം, സെൻസറി പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പം ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത് ഓട്ടിസത്തിനുള്ള ചാൻസസ് ആണ് എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തില് മറ്റൊരു പ്രശ്നം, ഇപ്പൊ കൊറോണ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടിസം പോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ ഓരോ സിംറ്റംസ് പറയുമ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ പറയുന്നത് ഇത് ഓട്ടിസം ഉണ്ടാവാനുള്ള ചാൻസ് ആണ്. പക്ഷെ ഇതേ സിംറ്റംസ് കൊറോണ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പല കുട്ടികളും കണ്ടുവരാറുണ്ട്. എന്താണ് അതിന് റീസൺ? അപ്പൊ നമുക്കറിയാം കൊറോണ സമയത്ത് നമ്മൾ ലോക്ക്ഡൌൺ ആയി. ഇപ്പൊ ലോക്ക്ഡൌൺ ആയ സമയത്ത് നമുക്ക് പരസ്പരം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. നമ്മളൊരു സോഷ്യൽ ഇന്ററാക്ഷൻ വളരെയധികം എഫക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ കൂടുതൽ സമയം കുട്ടികൾ സ്ക്രീൻ ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഓട്ടിസം പോലെ തന്നെ, അതായത് ഓട്ടിസം തന്നെ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന സിംറ്റംസ് അവര് കാണിച്ച് തുടങ്ങാറുണ്ട്. ജനിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ന്യൂറോ ഡൈവേഴ്സിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയും എന്നാൽ കണ്ടിന്യൂസ് സ്ക്രീൻ ടൈം എക്സ്പോഷറിന്റെ ഭാഗമായി വെർച്വൽ ഓട്ടിസം, സ്ക്രീൻ ടൈം ഉണ്ടാക്കുന്ന ഒരു ഓട്ടിസം ടൈപ്പ് സിംറ്റം, അതിനെ നമ്മൾ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പൊ വെർച്വൽ ഓട്ടിസം
ത്തിലെ പിന്നെ ഇരകളായി നമ്മുടെ കുട്ടികൾ മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും നമുക്കറിയാം, നമുക്ക് സ്ക്രീൻ ടൈം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളുടെ സ്ക്രീൻ ടൈമിന്റെ ഭാഗമായിട്ട് പിന്നെ കണ്ണിനും മറ്റു ഇതിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, റേഡിയേഷൻ ഉണ്ടാവാം. പക്ഷെ ഈ സ്ക്രീൻ ടൈം എങ്ങനെയാണ് നമ്മുടെ സ്പീച്ച് ലാംഗ്വേജ് മോട്ടോർ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട സമയം. കാരണം കേസസ് വളരെയധികം ഇപ്പം അത്തരത്തിലുള്ള കേസസ് ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സ്ക്രീൻ ടൈമിൽ എന്താണ് സംഭവിക്കുന്നത്? സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയാസ്, നമുക്ക് നമ്മുടെ ഫോൺ നോക്കാം, ഐഫോൺ നോക്കുന്നത്, ഐപാഡുകൾ നോക്കുന്നത്, അല്ലെങ്കിൽ ടാബുകൾ നോക്കുന്നത്, ടി വി നോക്കുന്നത്. അപ്പം ഒരു സ്ക്രീനിൽ കുട്ടി എന്ത് ചെയ്യുന്നു? കൂടുതൽ നേരം ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു വൺ ടു വൺ ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. കാരണം കുട്ടി എന്ത് ചെയ്യുന്നു? ആ സ്ക്രീനിൽ നിന്നുമുള്ള ഒരു കാര്യങ്ങൾ മാത്രം കുട്ടി കാണാനിടയാവുന്നു. അതിലൊരു ഫേസ് ടു ഫേസ് ടൈം കുട്ടിക്ക് കുറവാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പം ഒരു ചെറിയ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്ന കാര്യങ്ങൾ കാർട്ടൂണുകളാണ്. അപ്പം ആ കാർട്ടൂണുകൾ എന്ന് പറയുന്നത് അത് വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. നമുക്കറിയാം, ഇപ്പൊ ടോം ആൻഡ് ജെറി ഒക്കെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ്. അതുപോലെ തന്നെ അത് ഭയങ്കര കളർഫുൾ ആണ്. കൂടാതെ എന്ന് വെച്ചാൽ അത് ഭയങ്കര അതിന്റെ വോയിസ് മോഡുലേഷൻസ് വളരെയധികമാണ്. അപ്പൊ ഫാസ്റ്റ് ആയിട്ടും കളർഫുൾ ആയിട്ടും ഭയങ്കര മോഡുലേഷൻസ് കൂടിയ ഒരു സാധനം കുട്ടികൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ ഓവർ സ്റ്റിമുലേറ്റഡ് ആവും. അവരുടെ എല്ലാ സെൻസുകളും ഓവർ സ്റ്റിമുലേറ്റഡ് ആവുകയും നമുക്ക് ചുറ്റുമുള്ള സാധനമൊക്കെ അതൊരു ഡള്ളായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. കാരണം ഇത്തരത്തിലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുള്ള ഒരു സാധനത്തിനോട് അവർക്ക് അധികം അട്രാക്ഷൻസ് തോന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോഴോ അവർ അറ്റൻഡ് ചെയ്യാതിരിക്കുകയും അവർ കൂടുതൽ സമയം സ്ക്രീനിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. അവർ നന്നായിട്ട് കേൾക്കുന്നുണ്ട്, അവർ നന്നായി കാണുന്നുണ്ട്. ഇവരെ മറ്റൊരു സെൻസുകളും അവിടെ പ്രവർത്തിക്കപ്പെടുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ ചെറുപ്പത്തില് കളിച്ചും വീണും സാധനങ്ങളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തും മണ്ണ് തൊട്ടും വെള്ളത്തിൽ കളിച്ചും മഴ കൊണ്ടൊക്കെ ആയിരുന്നു നമ്മളൊക്കെ വളർന്നിരുന്നത്. പക്ഷെ നമ്മള് പിന്നെ കാലഘട്ടത്തിനനുസൃതമായിട്ട് ഇത്തരത്തിലുള്ള എക്സ്പോഷേഴ്സും നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പം സ്ക്രീൻ ടൈം കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ മറ്റ് സെൻസുകളൊക്കെ കുട്ടിക്ക് കുറയും. അപ്പം മോട്ടോർ എബിലിറ്റീസ്, കാരണം നമ്മൾ കൈ തൊട്ടും മറിഞ്ഞും പിടിച്ചും ഒക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ മോട്ടോർ എബിലിറ്റീസ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികള് ഇപ്പൊ നമ്മൾ ചില കുട്ടികൾക്ക് ബുക്ക് കൊടുത്തു കഴിഞ്ഞാല് അവരിങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ പേജ് മറിക്കുന്നതിന് പകരം അവര് സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ പേജ് മറിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതെന്താ കാരണം? അവരിൽ ഉണ്ടാകുന്ന ഒരേ ഒരു മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ സ്വൈപ്പിംഗ് ആക്ഷൻ ആണ്. കാരണം അവര് ഫോണും മറ്റു കാര്യങ്ങളും സ്വൈപ്പ് ചെയ്താണ് പഠിക്കുന്നത്. അപ്പൊ ഈ സ്വൈപ്പിംഗ് ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടി എന്ത് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു മോട്ടോർ ഡെവലപ്മെന്റ് കുട്ടിക്ക് ഉണ്ടാവാൻ ചാൻസസ് വളരെയധികം കുറവാണ്. അപ്പം സ്ക്രീൻ ടൈമിന്റെ എക്സ്പോഷറിന്റെ ഭാഗമായിട്ട് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റഡ് ആവും. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുക, അവരോട് ചിരിക്കുക, ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മള് പിന്നെ അവരെന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഒരു മറുപടി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടോർ എബിലിറ്റീസിലുള്ള ഡിഫിക്കൽട്ടി, അപ്പം മോട്ടോർ ഡിലേ ഉണ്ടാവാം. മറ്റൊരു ബുദ്ധിമുട്ട് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണ്. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ ഈ സ്ക്രീൻ ടൈം എക്സ്പോഷർ കൂടുന്ന സമയത്ത് മെലാറ്റോണിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലീപ്പിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അപ്പൊ മെലാറ്റോണിൻ ഹോർമോണിന്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമാതീതമായിട്ട് കുറയും. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടിയിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും അത് കുട്ടിക്ക് ഉടനീളം ഒരു രാവിലെ മുതൽ കുട്ടി എഴുന്നേറ്റ് കഴിയുമ്പോൾ, കാരണം കൃത്യമായിട്ട് സ്ലീപ്പ് ഉണ്ടാവുക, അത് കുട്ടികളിലെ ബിഹേവിയറൽ ഇഷ്യൂസും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ നമുക്കൊരു സ്ക്രീൻ ടൈം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞാൽ ഒരു 0 to 18 months, അതൊരു 1.5 വയസ്സ് വരെ കുട്ടികൾക്ക് നോ സ്ക്രീൻ ടൈം ആണ്. ഓൺലി ഫേസ് ടൈം ആണ് വേണ്ടത്. അതായത് നമ്മൾ കുട്ടിയോട് സംസാരിക്കുന്നു, നമ്മൾ കുട്ടിയുടെ പാട്ട് പാടുന്നു, കുട്ടി നമ്മളോട് കൂടി കളിക്കുന്നു. അപ്പൊ ഫേസ് ടൈം മാത്രമാണ് 1.5 വയസ്സ് വരെ കുട്ടിക്ക്
പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ 3 വയസ്സ് വരെ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ക്രിട്ടിക്കൽ ഡെവലപ്മെന്റിന്റെ ഒരു സമയമാണ്. അപ്പം ഈ സമയത്താണ് കുട്ടികൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അവരുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പോഞ്ച് പോലെയാണ്. അപ്പം എന്ത് പഠിപ്പിച്ചു കഴിഞ്ഞാലും പഠിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കുട്ടികൾക്ക് പറ്റും. ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഓവർ സ്റ്റിമുലേഷൻ വരുന്ന സമയത്ത് മറ്റുള്ള പുതിയ ലേണിംഗ് ഒന്നും സംഭവിക്കാതിരിക്കുകയും കുട്ടികൾ ഒരു പെർമനന്റ് ആയിട്ടുള്ള കുറച്ച് ഡിസബിലിറ്റീസുകൾ വരാനുള്ള ചാൻസസും അതുകൊണ്ട് തന്നെ വളരെ കൂടുതലാണ്. അപ്പൊ 18 മന്ത്സ് വരെ ഒരു തരത്തിലുള്ള സ്ക്രീൻ ടൈമും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. 18 to 24 മന്ത്സ് 1.5 മുതൽ 2 വയസ്സ് വരെ നമുക്ക് ദിവസം 1 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ സ്ക്രീൻ ടൈം അലൗഡ് ആണ്. പക്ഷെ അത് വിത്ത് സൂപ്പർവിഷൻ ഓഫ് ദ പാരന്റ്സ്. പാരന്റ്സും കൂടെ ഇരുന്നുകൊണ്ട് മാത്രമേ നമുക്ക് അത് കാണിക്കാൻ പറ്റുള്ളൂ. അതും എല്ലാ കാര്യങ്ങളും, എല്ലാ ഫാസ്റ്റ് മൂവിങ് വീഡിയോസും നമ്മൾ കുട്ടിക്ക് ഒരിക്കലും പ്രിസ്ക്രൈബ് ചെയ്യില്ല. കാരണം അത് നമ്മുടെ ബ്രെയിൻ കുട്ടിയുടെ ലേണിങ്ങിനൊക്കെ വളരെയധികം എഫക്ട് ചെയ്യുന്ന സാധനം. നമ്മളിപ്പോ റീൽസ് ഒക്കെ നന്നായിട്ട് കാണും. റീൽസിലൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, റീൽസിൽ അല്ലെങ്കിൽ ഷോർട്സിൽ അതിന്റെ ഒരു അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. കുട്ടികൾ എന്ന് വെച്ചാൽ ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തത്. അപ്പൊ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ റീൽസും ഷോർട്സും കാണുന്ന സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാവാറ്. ഷോർട്സ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം അത്രമാത്രം നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ ഒരു കാര്യത്തിൽ കൂടുതൽ നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അവര് കുറച്ചു നേരം ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് പിന്നെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു റെഡ്യൂസ്ഡ് അറ്റൻഷൻ സ്പാൻ ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ 24 മന്ത്സ് വരെയുള്ള 18 to 24 മന്ത്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഓൺലി പിന്നെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛന്റെയോ സൂപ്പർവിഷനിൽ മാത്രമേ സ്ക്രീൻ ടൈം പ്രിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. 24 മന്തിന് ശേഷം, അതായത് ഒരു 2 വയസ്സ് വരെ 1 മണിക്കൂർ നമുക്ക് അലൗഡ് ആണ് കുട്ടിക്ക്. പക്ഷെ 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെ 1 മണിക്കൂർ അലൗഡ് ആണ്. പക്ഷെ ആ അലൗഡ് ചെയ്യുന്നത് പാരന്റ്സ് കൂടെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് കൺട്രോൾ ഉണ്ടാവണം. എന്റെ കുട്ടി എന്ത് കാണുന്നു, എത്തരത്തിലുള്ള വീഡിയോസ് ആണ് കുട്ടി കാണുന്നത്, കുട്ടിക്ക് ഇപ്പോൾ എഡ്യൂക്കേഷൻ പരമായിട്ടും അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു സോഷ്യൽ സ്കില്ലും ഡെവലപ്പ് ചെയ്യാനുള്ള കുറെ എഡ്യൂക്കേഷണൽ വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവാം, അക്കാഡമിക് പരമായിട്ടും ഉണ്ടാവാം, പിന്നെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസ് ആണ് നമ്മൾ കുട്ടിക്ക് കാണിച്ച് കൊടുക്കേണ്ടത്. ഇപ്പം 5 വയസ്സിന് ശേഷമാണെങ്കിലും 5 വയസ്സിന് ശേഷം ആണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ അലൗഡ് ആണ് സ്ക്രീൻ ടൈം. പക്ഷെ കൃത്യമായിട്ടുള്ള സൂപ്പർവിഷൻ, നമുക്ക് പാരന്റൽ കൺട്രോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പം അത്തരത്തില് ഇപ്പം നമുക്ക് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടിയുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് നന്നായിട്ട് വരും. പക്ഷെ ഇത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിന് റീപ്ലേസ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസുകൾ, പ്ലേ ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ, ഔട്ട്ഡോർ ആക്ടിവിറ്റീസുകൾ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ഹൈപ്പറാണ്. കാരണം അവർക്ക് അവരുടെ എനർജി ബേൺ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. കാരണം അവിടെ അവർ ഇരുന്ന് ആണ് കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി പോലുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അവരിൽ അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ പ്ലേഫുള്ളി ആണ് കുട്ടികൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ടൈം, ക്വാളിറ്റി ടൈം അവരുടെ കൂടെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അപ്പം പ്ലേഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആവുന്ന സമയത്ത് അവർ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയും ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവരുടെ ഓവറോൾ ഡെവലപ്മെന്റ് നന്നായിട്ട് ഡെവലപ്പായിട്ട് വരും. മറ്റൊന്ന് ഒരു നല്ല മോഡലിംഗ് ആണ്. അപ്പൊ നമ്മുടെ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ ഫോണ് പിടിച്ചു വെച്ച് മാറ്റി വെക്കുന്നു. അപ്പം ആ സമയത്ത് അത് അവരെ ഭയങ്കര അധികം പെട്ടെന്ന് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. അപ്പം നമ്മൾ പെട്ടെന്ന് എടുത്ത് മാറ്റുന്നതിന് പകരം പതിയെ ഓക്കെ ഇത്ര ടൈം ഇതാക്കിയിട്ടുണ്ട്, ഇത് കഴിഞ്ഞ ശേഷം ഞാൻ വാങ്ങി വെക്കും എന്നുള്ള രീതിയിൽ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം നമ്മളത് വാങ്ങി വെക്കാൻ നോക്കണം. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടിയോടത് ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതൽ നേരം അവരുടെ മുന്നിൽ നിന്ന് ഫോൺ യൂസ് ചെയ്ത് സമയത്ത് അതൊരു റോങ് മോഡലാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. കാരണം അമ്മയും അച്ഛനും കൂടുതൽ സമയം ഉപയോഗിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ എനിക്ക് ഉപയോഗിച്ചാല് അവർക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ എനിക്ക് എന്താണെന്നുള്ള രീതിയിൽ വരും. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്ന സമയത്തും അവരുടെ കൂടെ കൂടുതൽ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. നമുക്ക് ഫോൺ നമുക്ക് ഇച്ചിരി നേരം നമുക്ക് മാറ്റി വെക്കാം. അത് നമ്മൾ അവർ ഇൻഫോം ചെയ്യാം, ഇന്ന കാര്യമാണ് ചെയ്യുന്നത്.
അപ്പം നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കുട്ടിക്ക് അതൊരു റോങ് മോഡൽ ആവാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നു. മറ്റൊന്ന് കേൾവിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഇപ്പം സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാ ഹോസ്പിറ്റലുകളിലും കുട്ടിക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്താറുണ്ട്. അപ്പം അതിനുശേഷവും ചിലപ്പോൾ ഒരു മുണ്ടിനീര് വരിക, അല്ലെങ്കിൽ ചെവിയിൽ ഫ്രീക്വന്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരിക, നല്ല പനി, മെനിഞ്ചൈറ്റിസ് പോലുള്ള പനികൾ വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കുള്ള കേൾവി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പണ്ട് പറയും ആ കുട്ടി കേൾക്കാത്തതുകൊണ്ട് കേൾക്കുന്നില്ല, അതുകൊണ്ട് സംസാരിക്കുന്നില്ല. കേൾക്കാത്ത കൊണ്ടാണ് കുട്ടികൾ സംസാരിക്കാത്തത്. അപ്പം അവർക്ക് കൃത്യമായിട്ട് തന്നെ വളരെ ഏർലി ഏജിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ഹിയറിംഗ് ഡിവൈസുകൾ ഫിറ്റ് ചെയ്ത് കൊടുത്താലും, ഇപ്പൊ കോക്ലിയർ ഇംപ്ലാന്റ് പറഞ്ഞ സർജറികളൊക്കെ ഉണ്ട്. 3 വയസ്സിന് മുന്നിൽ, 1 വയസ്സിൽ തന്നെ നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് തെറാപ്പി കൊടുക്കുകയാണെങ്കിൽ ഒരു 3 വയസ്സാകുമ്പോഴേക്കും 3 വർഷത്തെ തെറാപ്പിയിലൂടെ ആ കുട്ടി ഒരു നിയർ നോർമലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പൊ കേൾക്കാത്ത കൊണ്ടാണ് കുട്ടികൾ സംസാരിക്കാത്തത്. അപ്പൊ ആ കേൾവി പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. കൃത്യമായിട്ടുള്ള തെറാപ്പിയും ഇടപെടലുകളും കുട്ടികളോട് സംസാരിക്കുകയും നമുക്ക് ചെയ്യേണ്ടതാണ്. ഇത് കൂടാതെ അഡൾട്ട്സിൽ വരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ സ്ട്രോക്ക്. അപ്പൊ സ്ട്രോക്ക് പക്ഷാഘാതം വരുന്നതിന്റെ ഭാഗമായിട്ട് ലാംഗ്വേജ് ലോസ്റ്റ് ആവാം. അവർക്ക് പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവര് മറന്നു പോവാം. സംസാരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വരാം. അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് വരാം. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്താൽ മതി. സ്പീച്ച് തെറാപ്പിസ്റ്റിനെ നിങ്ങളുടെ പാരന്റ്സിനെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് സ്ട്രോക്ക് വന്നതിന്റെ ഭാഗമായി ക്ലാരിറ്റി ഇഷ്യൂസുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഭാഷപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല, പിന്നെ ക്ലാരിറ്റിയിൽ അവർക്ക് ഇഷ്യൂസ് വരാം. ഈ ക്ലാരിറ്റിയിലെ പ്രശ്നങ്ങൾ നമുക്ക് സ്പീച്ച് തെറാപ്പിയിലൂടെ മാറ്റാൻ വേണ്ടി പറ്റും. മറ്റൊരു പ്രശ്നം സ്വാലോയിങ് ആണ്. അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കുട്ടികളിൽ ഉണ്ടാവാം, അഡൽട്സിൽ ഉണ്ടാവാം. കുട്ടികളിൽ ഉണ്ടാവുന്നത് അത് അവരുടെ ബ്രെയിൻ ഡാമേജിന്റെ ഭാഗമായിട്ട് അവർക്ക് സെറിബ്രൽ പാൾസി പോലെ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഡിലേ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഇവിടെ വായിൽ നിന്ന് വെള്ളം വരിക, ചവയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത വരിക, ഊതാൻ പറ്റാത്ത വരിക, സക്ക് ചെയ്ത് കുടിക്കാൻ വേണ്ടി പറ്റാത്ത വരിക. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടും ഉണ്ടാവാം സ്വാലോവിങ് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. സ്ട്രോക്കും മറ്റു കാര്യങ്ങളും വന്നതിന്റെ ഭാഗമായിട്ടുള്ള അഡൽട്സിന്റെ പ്രശ്നങ്ങൾക്കും ഫീഡിങ്ങും ഹെൽപ്പ് ചെയ്യുന്നത്, ഈ ഫീഡിങ് ഇഷ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നത് സ്പീച്ച് തെറാപ്പിസ്റ്റ് തന്നെയാണ്. സ്പീച്ച് ആൻഡ് സ്വാലോവിങ് തെറാപ്പിസ്റ്റ് ആണ്. അപ്പോൾ അവരെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പിന്നെ ഒരു പരിധി വരെ നമുക്ക് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇത്തരത്തിലാണ് ഓവറോൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇതിന്റെയൊക്കെ ഒരു മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൽട്ട് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ, നമ്മളൊരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം പലപ്പോഴും പീഡിയാട്രീഷ്യന്റെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരോട് നമ്മൾ ഇതിങ്ങനെ കൺസേൺ പറയുന്ന സമയം അവരുടെ അച്ഛൻ വൈകിട്ടാണ് സംസാരിച്ചത്, അമ്മ വൈകിട്ടാണ് സംസാരിച്ചത്, കാരണം പിന്നെ കുടുംബത്തിൽ ആരെങ്കിലും വൈകിട്ടായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ട് കുഴപ്പമില്ല, ഒരു 2 വയസ്സ് 3 വയസ്സിന് ശേഷം കുട്ടി സംസാരിച്ചോളാം എന്ന് കുട്ടി നമ്മളെ അഡ്വൈസ് ചെയ്യും. അങ്ങനെ അഡ്വൈസ് ചെയ്യുന്ന പീഡിയാട്രീഷ്യൻസ് തന്നെയുണ്ട്. കാരണം കുട്ടി കുഴപ്പമില്ല, 2 വയസ്സിന് ശേഷം കുട്ടി സ്വാഭാവികമായിട്ട് സംസാരിച്ചോളും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു റിസ്കിന് നമ്മൾ ഒരിക്കലും നിൽക്കാൻ വേണ്ടി പാടില്ല. കാരണം നമ്മുടെ കുട്ടിയുടെ ഡെവലപ്മെന്റ്, ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റിൽ കുട്ടി പിറകോട്ട് പോകുന്നു എന്ന് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നു, അപ്പോൾ തന്നെ കൃത്യമായ ഒരു സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിസ്റ്റിനെ ഒരു കൺസൾട്ടേഷൻ എടുത്ത് നമ്മളതൊന്ന് ഉറപ്പുവരുത്തുക. അത് കുട്ടിയുടെ മറ്റ് പ്രശ്നങ്ങളെല്ലാം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ചെറിയൊരു ഡിലേ മാത്രമാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം, എന്ത് ഹോം റെമഡീസ് ആണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ കുട്ടിയോട് പെരുമാറേണ്ടത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ അവരിൽ നിന്ന് നമുക്ക് അഡ്വൈസുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തില് നമുക്ക് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇഷ്യൂസുകൾ നമുക്ക് നേരത്തെ കണ്ടെത്തുകയും നേരത്തെ ഇടപെടുകയും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നല്ലൊരു എഫക്റ്റീവായിട്ട് നമുക്കൊരു ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇതാണ് ഒരു സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത് കുറച്ചുകൂടെ വൈഡാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയൊരു കോഫി ടോക്കില് എത്രത്തോളം നമുക്കത് പറയാൻ പറ്റുമെന്നില്ല. ഇത് ശരിക്കും നമ്മളൊരു 1-2 ദിവസം എടുത്തിട്ട് പറയാൻ അവയർനെസ് കൊടുക്കാൻ മാത്രമുള്ള കാര്യങ്ങള് ഈ ഒരു നമ്മുടെ ഒരു മേഖലകളിലുണ്ട്. പലപ്പോഴും പലരും നമ്മളെടുത്ത് വരുന്നത് ഞാൻ ഇത് അറിയില്ലായിരുന്നു, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ
എനിക്ക് എന്റെ കുട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു എന്ന് നമുക്ക് പറയുമ്പോൾ അപ്പൊ നമുക്ക് ഒരു കുറ്റബോധം തോന്നും. കാരണം നമ്മളെ പോലുള്ളവർക്ക് മറ്റുള്ളവർക്ക് അവയർനെസ് എത്തിക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു കുട്ടിയും ഒരു പാരന്റും അവയർനെസ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിയുടെ റീഹാബിലിറ്റേഷൻ ഡിലേ ആവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാംസ് ഇപ്പം കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ നെക്സ്റ്റ് ഡോർ അടുത്ത ഒരു വീട്ടില് ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ഈ ഒരു സ്ക്രീൻ ടൈമിന്റെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നേ കണ്ടുകൊണ്ടിരുന്നത് ഗൾഫിലൊക്കെ ആയിരുന്നു. കാരണം ഗൾഫിൽ ഫ്ലാറ്റ് സിൻഡ്രോം എന്ന് പറയും നമ്മള്, ഗൾഫ് സിൻഡ്രോം. അപ്പൊ ഫ്ലാറ്റില് ഉള്ള കുട്ടികൾ മറ്റുള്ളവർ ആയിട്ട് പിന്നെ സോഷ്യലൈസേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പണ്ട് അത്തരത്തിലുള്ള കുട്ടികളായിരുന്നു കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ വീടുകൾ മൊത്തം ഫ്ലാറ്റുകളായി മാറി നമ്മളെല്ലാം ഒരു വലിയ ഒരു ഗ്യാതറിങ്ങിൽ നിന്ന് ചുരുങ്ങി ജീവിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട എക്സ്പീരിയൻസുകളും കാര്യങ്ങളും ഒക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് അവർക്ക് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുവാണെങ്കിൽ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അവരുടെ ഡെവലപ്മെന്റിനും അവരുടെ ഒരു ചൈൽഡ്ഹുഡിനും അത് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ ഒരു സിസ്റ്റം അവർക്ക് രൂപീകരിക്കാൻ വേണ്ടി പറ്റും. ഒരു നല്ലൊരു ചൈൽഡ്ഹുഡ് നമുക്ക് അവർക്ക് സമ്മാനിക്കാൻ പറ്റും. നമ്മൾ ആരും പഠിപ്പിച്ചിട്ടല്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടിയ ഒരു സാധനമൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡില്. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് അവരുടെ മണ്ണിൽ കളിക്കാനും, അതൊരു സെൻസറി തെറാപ്പിയാണ്, വെള്ളത്തിൽ കളിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ചുറ്റുള്ള കാര്യങ്ങൾ കാണാനും തൊട്ടറിയാനും. ഭക്ഷണം കഴിക്കുക, ഇപ്പം സ്ക്രീൻ ടൈമിന്റെ ഒരു പ്രശ്നം, ഭക്ഷണം കഴിയുമ്പോൾ കുട്ടി അറിയുന്നില്ല, ഒരു സെൻസും വർക്ക് ചെയ്യുന്നില്ല, ഓറൽ ഡെവലപ്മെന്റ് കുട്ടിക്ക് നടക്കുന്നില്ല, കുട്ടി വിഴുങ്ങുക ചെയ്യുന്നത്. നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണെന്ന് അറിയാതെ, അതിന്റെ ടേസ്റ്റോ ടെക്സ്ചറോ മണവോ ഒന്നും അറിയാതെ കുട്ടി അത് ഡയറക്റ്റ് ആയിട്ട് കഴിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റൽ ചൂയിങ്ങിന്റെ ഒക്കെ ഡെവലപ്മെന്റൽ പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാവും. അപ്പം ഇത്തരത്തില് സ്ക്രീൻ ടൈമിനൊക്കെ ഒരു പരിധി വരുത്തിക്കൊണ്ട് തന്നെ ഒറ്റയടിക്ക് നമുക്ക് ഒന്നും നിർത്താൻ വേണ്ടി പറ്റില്ല. നമ്മൾ ശീലിച്ച ഒരു സാധനം നിർത്താൻ പറ്റില്ല. പതിയെ നമ്മൾ അത് ചുരുക്കി കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ കുട്ടികളോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് നമ്മുടെ ക്വാളിറ്റി ടൈം, കുറെ ടൈം അല്ല, ക്വാണ്ടിറ്റി ഓഫ് ദ ടൈം അല്ല, നമ്മൾ കൊടുക്കുന്ന സമയം ഒരു 15 മിനിറ്റ് ആണെങ്കിൽ പോലും അത് ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള ടൈം നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അവരിൽ ഒരു നല്ലൊരു ചൈൽഡ്ഹുഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ മുതിർന്നവരിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളും, സംസാരപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും നമുക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു കുട്ടികളുടെ മാത്രമല്ല, പീഡിയാട്രീഷ്യൻ മാത്രമല്ല, അഡൾട്ടിലുള്ള സംസാര പ്രശ്നങ്ങൾക്കും ഞങ്ങളെ പോലുള്ള സ്പീച്ച് തെറാപ്പിസ്റ്റിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ചെറുതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, എനിക്കറിയത് നമ്മള് രാവിലെ ഇന്ന് പിന്നെ പെരുന്നാളിന്റെ ഒക്കെ തിരക്കാണ്. അപ്പം അതിന്റെ ഇടയിൽ നിങ്ങൾ ഇതിനൊരു സമയം മാറ്റി വെച്ചതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? വളരെ മനോഹരിക്കുന്നു മാഡം. ഒരു ചോദ്യമായിട്ടല്ല, ഒരു അനുഭവം. എന്റെ മകൾ 20 വയസ്സായി മകള്. ഇപ്പൊ ഒരു ന്യൂറോ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് അവരിപ്പോ